മൊബൈൽ EMI അടയ്ക്കാൻ ക്ഷേത്രം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ യുവാക്കൾ പിടിയിൽ. വർക്കല താഴെ വെട്ടൂർ കുമാരുവിളാകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ഓഫീസ് മുറിയും സ്റ്റോർ റൂമും കുത്തിത്തുറന്ന് യുവാക്കൾ മോഷണം നടത്തിയത്. വെട്ടൂർ സ്വദേശികളായ ഷിഹാബ്, അസീം എന്നിവരാണ് വർക്കല പോലീസിന്റെ പിടിയിലായത്. അശ്വിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അശ്വിൻ കേൾക്കാമോ? കേൾക്കാമെങ്കിൽ ഈ പ്രതികൾ എപ്പോഴാണ് പിടിയിലായത്? ഇവരെങ്ങനെയാണ് ഈ മോഷണം നടത്തിയത്? റോഷ്നി, 2 പേർ കഴിഞ്ഞ ദിവസമാണ്, അതായത് 21-ന് പുലർച്ചെ 5:30-ക്കും 7:30-ക്കും ഇടയിലാണ് ഈ ഒരു മോഷണം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 പേർ, അതായത് 18-ഉം 19-ഉം വയസ്സുള്ള 2 പേരാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത്. മോഷണത്തിന് കാരണം ഫോണിൻ്റെ EMI അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇവർ നേരത്തെയും ഇത്തരത്തിൽ പല മോഷണ കേസുകളിലും പ്രതിയായിട്ടുണ്ട് എന്നുള്ളതാണ് വർക്കല പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 21,000 രൂപയുടെ സാധനങ്ങളാണ് ഈ അമ്പലത്തിൽ നിന്നും മോഷണം പോയിട്ടുള്ളത്. 6,000 രൂപ കാണിക്കവഞ്ചിയിൽ നിന്നും മോഷ്ടിച്ചതും അതുപോലെ തന്നെ സ്റ്റോർ റൂമിൽ നിന്നുള്ള സാധനങ്ങളടക്കം ഏതാണ്ട് 21,000 രൂപയുടെ സാധനങ്ങളാണ് മോഷണം പോയിട്ടുള്ളത്. വെട്ടൂർ സ്വദേശികളായ ഷിഹാബ്, അസീം എന്നിവരാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെയാണ് ഇരുവരെയും പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു മോഷണം നടക്കുന്നത്. രാവിലെയോടുകൂടി ഈ അമ്പല പരിസരത്ത് എത്തിയ ഇവർ ഈ അമ്പലത്തിനകത്തേക്ക് കയറി ചെന്ന് സ്റ്റോർ റൂമും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ ഓഫീസ് മുറിയിലും ആണ് ഇത് കുത്തി തുറന്ന് മോഷണം നടത്തിയിട്ടുള്ളത്. അവിടെ നിന്നും 6,000 രൂപ കാണിക്ക വഞ്ചിയിൽ നിന്നും, ഈ ഓഫീസ് മുറിയിലായിരുന്നു ഈ കാണിക്ക വഞ്ചി ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് കുത്തി തുറന്ന് 6,000 രൂപയോളം എടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റോർ റൂമിൽ നിന്ന് ബാക്കി 15,000 രൂപയോളം വില വരുന്ന സാധനങ്ങളുമായാണ് ഇവർ കടന്നു കളയുന്നത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും EMI അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 യുവാക്കൾ മോഷണം നടത്തിയിട്ടുള്ളത് എന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇവർ മുമ്പും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മോഷണ കേസുകളിൽ പ്രതികളാണ് എന്നും പോലീസ് പറയുന്നു. റോഷ്നി, അശ്വിൻ, ഇപ്പൊ ഈ കേസിൽ തന്നെ പിടിയിലായത് CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നല്ലോ, അതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നോ പ്രധാനമായും അന്വേഷണം ഉണ്ടായിരുന്നത്? റോഷി, തീർച്ചയായും ഈ രാവിലെ അമ്പലത്തിലെത്തിയ ഭക്തരാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ആദ്യം കാണുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വിശദമായ ഒരു പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ പരിശോധനയിൽ CCTVകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം പരിശോധന നടത്തിയത്. ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ 2 യുവാക്കൾ ഈ അമ്പല പരിസരത്തേക്ക് വരുന്നതും തിരിച്ച് പോകുന്നതും ഈ CCTV ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇവർ ഇത്തരത്തിൽ സ്ഥിരം മോഷണ കുറ്റങ്ങൾക്ക് പിടിയിലാകുന്ന 2 യുവാക്കളാണ് എന്ന് തിരിച്ചറിയുകയും ഇവരിലേക്ക് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. അത്ര പരിചിതമല്ലാത്ത, അതായത് വലിയ രീതിയിൽ മോഷണങ്ങൾ നടത്തി പരിചിതമല്ലാത്ത ആളുകളാണ് ഈ ഒരു മോഷണം നടത്തിയത് എന്ന് പോലീസിന് ആദ്യം തന്നെ അറിയാമായിരുന്നു. മാത്രമല്ല, ഈ കൃത്യമായി ഇതെവിടെയാണ് ഇരിക്കുന്നത്, എവിടെയൊക്കെ പരിശോധിക്കണം എന്നും വലിയ ധാരണയില്ലാത്ത ആളുകളാണ് മോഷണം നടത്തിയത് എന്നും പോലീസിന് അറിയാമായിരുന്നു. അങ്ങനെയാണ് ഈ 2 യുവാക്കളിലേക്ക് ഈ അന്വേഷണം എത്തുന്നതും. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, അവിടെ നിന്ന് ലഭിച്ച സാഹചര്യ തെളിവുകളും ആ ഒരു അടിസ്ഥാനത്തിൽ കൂടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 യുവാക്കളിലേക്ക് എന്തായാലും ഇപ്പോൾ അന്വേഷണം ചെന്നെത്തിയിട്ടുള്ളത്. ഒരു വിചിത്രമായ കാരണം, അതായത് മൊബൈൽ ഫോണിൻ്റെ EMI അടയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ അമ്പലം കുത്തി തുറന്ന് മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ഇവർ മൊഴി നൽകിയിട്ടുള്ളത്. ആ ഒരു മൊഴിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. റോഷ്നി.